പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ ഗംഗാധരനോട് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ, വൈജയന്തി 22 വർഷം മുന്നേ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടായിരുന്നോ എന്ന്. അപ്പൊ ആ ചോദ്യം തന്നെ വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും കള്ളം പറയാൻ നോക്കണ്ട, ഭീരുക്കളാണ് കള്ളം പറയാന്ന് ഇങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചതിന് ഇങ്ങനെ മറുപടി പറയുന്ന ഇങ്ങനെ ഗംഗാധരനോട് പറയാണ്. അപ്പൊ ഗംഗാധരനാണെങ്കിലും അത് പറയാനൊരു മടിയിട്ട്. അപ്പൊ ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, അപ്പൊ ഇനിയും ചോദ്യം ആവർത്തിക്കണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ബാലേന്ദ്രൻ. ആ സമയത്ത് ഗംഗാധരനാണെങ്കിലും ബാലേന്ദ്രന്റെ തോളിൽ ഇങ്ങനെ ചെന്നിട്ട് നോക്ക് ബാലേന്ദ്രൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ തോളിൽ വെക്കുകയാണ് കേട്ടോ. അപ്പൊ ആ സമയത്ത് അതൊക്കെ അങ്ങ് തട്ടി വിടുന്നുണ്ടായിരുന്നു ബാലേന്ദ്രനാണെങ്കിലും ദേഷ്യത്തോടെ. എന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഞാനിങ്ങനെ ചോദിച്ചത് നിങ്ങളുടെ പെങ്ങൾ വൈജയന്തി ഇങ്ങനെ 22 വർഷം മുന്നേ കല്യാണത്തിന് മുന്നേ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ടോ എന്നാണ് എന്നിങ്ങനെ പറയും. അപ്പോഴേക്കും ഗംഗാധരന് ഒരു കോള് വരികയാണ് കേട്ടോ. അപ്പോൾ ഫോൺ എടുത്തിട്ട് 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അയാൾ റൂമിന്റെ പുറത്തേക്ക് അങ്ങ് പോകുന്നുണ്ടായിരുന്നു. മാലതിയാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പൊ മാലതി ഗംഗാധരനെ വിളിച്ചിട്ടുള്ളത് ഇങ്ങനെ എവിടെയാന്ന് ചോദിക്കൂ. ആദ്യം ഹോട്ടലിലാന്ന് പറയും കേട്ടോ, ഓർക്കിഡ് പ്ലാസയിലാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വൈജയന്തി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ബാലചന്ദ്രൻ നിങ്ങളെ വിളിക്കുകയോ മറ്റോ ചെയ്തോ എന്ന് ചോദിച്ചു എന്ന് പറയുമ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ബാലേന്ദ്രൻ ഇവിടെ ഉണ്ടെന്ന് നീ വൈജയനോട് പറഞ്ഞോന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയും. അതുപോലെ തന്നെ നമ്മളെ ബാലേന്ദ്രൻ വിളിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാ പറഞ്ഞതെന്ന് പറയും. അപ്പൊ ഒന്നും വിട്ട് പറയണ്ട കേട്ടോ എന്നിങ്ങനെ ഗംഗാധരൻ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് ഇങ്ങനെ മാലതി ചോദിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ആകെ ടെററായിട്ട് നിൽക്കുകയാണ് ബാലേന്ദ്രൻ. എന്റെ തലയിലൂടെ പെട്രോൾ ഒഴിച്ചിട്ട് ഒരു ലൈറ്ററുമായിട്ട് നിൽക്കുകയാണെന്ന് പറയും. അപ്പോൾ എന്ന് വെച്ചാൽ എന്താണെന്ന് ഇങ്ങനെ മാലതി ചോദിക്കുമ്പോൾ അയാൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു, വൈജയന്തി ഇങ്ങനെ 22 വർഷം മുന്നേ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്ന് പറയും. അപ്പൊ എന്തായാലും ഇതിൽ നിന്ന് ഇങ്ങനെ എസ്കേപ്പ് ആവാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അതൊന്ന് സോൾവ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഗംഗാധരൻ ബാലേന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ ബാലേന്ദ്രനാണെങ്കിലും ആകെ തകർന്ന് ഇതായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഗംഗാധരൻ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് തന്നെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്റെ ചോദ്യത്തിന് ഉത്തരം ഇല്ലാഞ്ഞിട്ടാണോ അതോ മറുപടി കിട്ടാഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുകയെ. അപ്പൊ എന്തായാലും അയാൾ അതങ്ങ് സമ്മതിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു തെറ്റ് ഇങ്ങനെ വൈജയ്ക്ക് പറ്റിയിട്ടുണ്ടെന്ന് സമ്മതിക്കുമ്പോൾ ബാലേന്ദ്രനാണെങ്കിലും ആകെ ദേഷ്യം വന്നിട്ട് അയാളുടെ ഷർട്ടിൽ കയറി പിടിക്കുകയും ഇങ്ങനെ വിടുന്നില്ല കേട്ടോ. നല്ല ബലത്തിലാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ അയാൾ എത്ര ശ്രമിച്ചിട്ടും പിടിപിടിക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നെ അയാൾ അങ്ങ് കൈയെടുക്കാണ് കേട്ടോ. അപ്പോൾ തനിയെ എന്തായാലും പിന്നീട് ബാലേന്ദ്രനെ അങ്ങ് മാറുന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ എന്നെ ചതിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വൈജയ്ക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റാനുള്ള സാഹചര്യം കൂടെ ബാലേന്ദ്രനെ അറിയണം എന്ന് പറയുമ്പോൾ നോ എന്നിങ്ങനെ പറയൂ കേട്ടോ. എനിക്ക് അറിയണ്ട എന്നുള്ളത് ഈ തന്നെ അങ്ങ് ബാലേന്ദ്രൻ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ നിങ്ങളെ ഒരു ഏട്ടനെ പോലെയല്ലേ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്നേഹവും ഇതൊക്കെ കണ്ടിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം അനിയനാണെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. പക്ഷേ നിങ്ങളുടെ ഇങ്ങനെ വഴി പിഴച്ച പെങ്ങളെ ചുമക്കുന്നതിനുള്ള ആ ഒരു ഇതായിരുന്നില്ലേ നിങ്ങൾക്ക് എന്നോട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ മനസ്സ് തുറന്ന് അങ്ങ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ആകെ സങ്കടത്തിലാണെങ്കിലും നിങ്ങളെ വൈജയനെ സ്നേഹിച്ച സമയത്ത് എന്നെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വിളിച്ചു നിർത്തി നിങ്ങൾ എൻ്റെ മുഖത്തടിച്ചു അപമാനിച്ചു, അതും പോരാഞ്ഞിട്ടാണോ ഇങ്ങനെ ഒരു ചതി ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഭയങ്കര സങ്കടത്തിലാണ് ചോദിക്കുന്നത്. അപ്പോൾ ഗംഗാധരനാണെങ്കിലും ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, 22 വർഷം മുന്നേ കഴിഞ്ഞ കാര്യങ്ങളാണിത്, ഇനിയിപ്പോൾ ആ തെറ്റ് തിരുത്താൻ ആർക്കാ പറ്റുക? 22 വർഷം മുന്നേ ഇങ്ങനെ വൈജൻ നിന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതിന് മുന്നേ നടന്ന കാര്യങ്ങളാണ് ഇത് എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രനാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ട് നിങ്ങൾ എന്നോടത് മറച്ചു വെച്ചു, എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ എന്ന് പറയട്ടോ. അപ്പൊ വൈജയ്ക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റാനുണ്ടായ സാഹചര്യം അറിയണമെന്ന് പറയുമ്പോൾ അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല, അത് നിങ്ങളെ ആങ്ങളമാരെല്ലാരും കൂടെ ഇരുന്ന് അങ്ങ് നിങ്ങളുടെ പെങ്ങളുടെ ഇങ്ങനെ വ്യഭിചാര കഥ പറഞ്ഞ് രസിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രനെ അങ്ങ് പറയുകയും ചെയ്യുന്നുണ്ട്. ബാലചന്ദ്രനാണെങ്കിലും ഗംഗാധരനോട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങളാണ് ഇതിന്റെ എല്ലാം സൂത്രധാരൻ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഒറ്റൊരുത്തരാണ് ഇങ്ങനെ ഒരു ഇത് ചതി ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് നല്ലോണം ബാലേന്ദ്രൻ അങ്ങോട്ടും പറയുന്നുണ്ട്. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് എല്ലാം തകർന്നൊരവസ്ഥയിൽ ബാലേന്ദ്രനാണെങ്കിലും പുറത്തേക്ക് അങ്ങ് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. റൂമിന്റെ പുറത്തേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഗംഗാധരനും പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്താണ് റൂം ബോയ് അവർക്ക് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അയാൾ അത് കൊണ്ടുവന്ന് ടേബിളിൽ വെക്കുന്ന സമയത്താണ് ബാലേന്ദ്രൻ റൂമിലേക്ക് കയറി വരുന്നത്. അപ്പോൾ അയാൾ അതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അവിടെ ടേബിളിൽ നിരത്തി വെക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതാണ് കാണുന്നത്. അപ്പോൾ അയാൾക്കാണെങ്കിലും ദേഷ്യം വന്നിട്ട്, ബാലേന്ദ്രനാണെങ്കിലും ദേഷ്യം വന്നിട്ട്, നിന്നോട് ആരാ ഇത് കൊണ്ടുവരാൻ പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ റൂം ബോയ് ആണെങ്കിലും ഇതാ സാറേ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് കേട്ടോ നിന്നോട് ആരാ ഇതെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതെല്ലാം ആ ടേബിളിൽ നിന്ന് അങ്ങ് തട്ടി താഴേക്ക് ഇടുന്നുണ്ടായിരുന്നേ.
എന്നിട്ട് ഇറങ്ങി പോടാ നായെ, നിന്നോട് ഞാൻ അത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് റൂം ബോയിനി വഴക്ക് പറയാൻ കേട്ടോ. അപ്പോൾ അയാൾ റൂം ബോയ് ആണെങ്കിൽ പെട്ടെന്ന് പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ഗംഗാധരൻ റൂമിലേക്ക് വന്നിട്ട് എന്താ ബാലേന്ദ്ര എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രനെ പിടിച്ച് ഇങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്കും ദേഷ്യവും സങ്കടവും ഒക്കെയാണ് കേട്ടോ ബാലേന്ദ്രൻ ഉണ്ടായിരുന്നത്. അപ്പോഴേക്കും റൂം ബോയ് പോയിട്ട് അവിടുത്തെ മാനേജർ ആരെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് ആ താഴെ കിടക്കുന്ന ഇതെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് സോറി എന്ന് പറയും. പിന്നീട് അവിടെ പൊട്ടി കിടക്കുന്നതിന് എല്ലാം തന്നെ ഇങ്ങനെ പൈസ കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അവർ പോകുന്നത്. പിന്നീട് മാലതി ആണെങ്കിലും അവിടുത്തെ സെർവൻറ്റിനെ വിളിച്ചിട്ട് ഇങ്ങനെ അവർക്ക് ഉച്ചഭക്ഷണം റെഡിയാക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. കറികൾ ചിക്കൻ കറി അങ്ങനെ വെക്കണം ഇങ്ങനെ വെക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അപ്പോഴേക്കും അവിടേക്ക് ഗംഗാധരൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാലേന്ദ്രൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മാലതി ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ എവിടെയെന്ന്. ഗംഗാധരൻ അപ്പോൾ പറയുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ ഹോട്ടലിലാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്താ അയാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാതിരുന്നെന്ന് ചോദിക്കുമ്പോൾ അയാൾ പാക വയലൻ്റ് ആണ്, അയാൾക്ക് ഇപ്പോൾ കുറച്ച് മനസ്സമാധാനമാണ് ആവശ്യം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരായിരുന്നില്ലേ, ഇവിടെ നമ്മളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അയാളെ സമാധാനിപ്പിക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ അയാൾക്ക് ഇപ്പോൾ സമാധാനം എന്നല്ല ആവശ്യം, അയാൾക്ക് ഇപ്പോൾ ഒരേ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രമേ അറിയേണ്ടതുള്ളൂ എന്ന് പറയൂ കേട്ടോ. എന്നിട്ട് പിന്നെ മാലതിനോട് ഈ കാര്യങ്ങളൊക്കെ പറയാണ്. 22 വർഷം മുന്നേ വൈജ അങ്ങനെ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ ചോദിച്ചതെന്ന് പറയുമ്പോൾ അപ്പോൾ ഗംഗേട്ടൻ അതങ്ങ് സമ്മതിച്ചു കൊടുത്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാളെല്ലാം അറിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്, പിന്നെ അത് സമ്മതിച്ചു കൊടുക്കല്ലാതെ വേറെ നിവൃത്തി ഉണ്ടായില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ അറിഞ്ഞ് ബാലേന്ദ്രൻ ഇതൊക്കെ എങ്ങനെ സഹിക്കുമെന്ന് ഇങ്ങനെയുള്ള ഒരു ടെൻഷനൊക്കെ മാലതി പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വൈജയന്തിയാണ് ഇങ്ങനെ ഈ പ്രശ്നം ബാലേന്ദ്രൻ ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന് അറിയുമ്പോൾ വൈജയന്തിയുടെ ജീവിതത്തിലായിരിക്കും വലിയൊരു ഇതുണ്ടാവാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ആ ടെൻഷനും കൂടെ മാലതി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഊണ് കഴിച്ചിട്ട് ഇനിയിപ്പോൾ ബാലേന്ദ്രനെ കാണാൻ പോകുന്ന സമയത്ത് ഞാനും കൂടെ വരാട്ടോ, ഞാൻ പറഞ്ഞാൽ അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് മാലതി പറയുകയാണ്. അത് കഴിഞ്ഞ് മാലതി ചോദിക്കുന്നുണ്ടായിരുന്നു അയാൾക്ക് ഇപ്പോൾ എവിടം വരെ കാര്യങ്ങൾ അറിയാമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് മുന്നേ വൈജയന്തി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ച് അത്രേ അയാൾക്ക് അറിയാം എന്ന് പറയും കേട്ടോ. അപ്പോൾ തിരുവനന്തപുരത്തെയും അതുപോലെ തന്നെ ആഗ്രയിലും കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും അയാൾക്ക് അറിയില്ല എന്ന് തോന്നുന്നുണ്ട്, ഞാൻ ആ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല എന്ന് ഗംഗാധരൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ പെൺകുഞ്ഞാണ് ജനിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ പെൺകുഞ്ഞ് ഇപ്പം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവ് ഗംഗേട്ടനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞ് മരിച്ചു പോയി എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറയും. വൈജയനോട് പ്രസവിച്ച് ഉടനെ തന്നെ മരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അച്ഛനും രാവണ്യ മാമനും കൂടെയല്ലേ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആ കുഞ്ഞ് പിന്നെ എന്തോ അസുഖം ബാധിച്ച് മരിച്ചു എന്നൊക്കെയാണ് അച്ഛനും രാവണ്യ മാമനും എന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന് അതുപോലെ തന്നെ ഗംഗാധരനും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് അവർക്കും അറിയില്ല. അപ്പോൾ ബാലേന്ദ്രനെ ഈ വിവരം എവിടുന്നാ കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ മാലതി ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും അറിയില്ലല്ലോ നമുക്ക്, ആ കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചിട്ടുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ 22 വർഷം മുന്നേ നടന്ന കാര്യങ്ങളാണല്ലോ, അപ്പോൾ ബാലേന്ദ്രനെ ഇതൊക്കെ ഇപ്പോൾ എവിടുന്ന് കിട്ടിയെന്നുള്ളൊരു സംശയം അവർക്കുണ്ട്. പിന്നീട് മാലതി എന്തായാലും ഊണൊക്കെ എടുത്ത് വെക്കാന്ന് പറഞ്ഞ് അവിടുന്ന് പോവാണ്. അത് കഴിഞ്ഞ് ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത്. ബാലേന്ദ്രനാണെങ്കിലും മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡോറിന് ഇങ്ങനെ ആരോ തട്ടുകയാണ്. അപ്പോൾ കയറി വരാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ വീണ്ടും തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ താലപ്പൊലി എടുത്ത് വന്ന് സ്വീകരിക്കണോ എന്ന് ചോദിക്കും. അപ്പോഴേക്കും മാലതി അകത്തേക്ക് കയറുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ. അപ്പോൾ തന്നെ മാലതിനെ കാണുമ്പോൾ തന്നെ പറയും വരണം വരണം മേം സാബ് എന്നിങ്ങനെ പറയൂ കേട്ടോ. എന്നിട്ട് മാലതി ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ മദ്യപിക്കുന്നതാണല്ലോ കാണുന്നത്, അപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഗുണം ഉണ്ടോ എന്ന് നോക്കാം എന്ന് പറയും. എന്നിട്ട് കുറേ ഉപദേശങ്ങളാട്ടോ കൊടുക്കുന്നത്. ബാലേന്ദ്രൻ അന്നത്തെ പോലെ ഒരു ചെറുപ്പക്കാരനല്ല, ഇപ്പോൾ വയസ്സ് 50ആയി. അതുപോലെ തന്നെ 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അതുപോലെ തന്നെ ഒരുപാട് ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാലേന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറയും എല്ലാം തകർന്നില്ലേ എന്ന് പറയൂ കേട്ടോ. ഇനിയിപ്പോൾ വൈജയന്തിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, ഇനിയിപ്പോൾ അത് തിരുത്താൻ ആരെ കൊണ്ടും പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഇങ്ങനെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ തകരാൻ പോകുന്നത് നിങ്ങളുടെ കുടുംബം തന്നെയല്ലേ എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയാണ് എന്ത് കുടുംബം, എല്ലാം തകർന്നില്ലേ, എല്ലാം ഇല്ലാതായില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ബാലേന്ദ്രൻ ഇതോടുകൂടി തീർന്നു എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് വൈജയന്തി പ്രസവിച്ച ആ പെൺകുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ബാലേന്ദ്രൻ പ്രൊമോയിൽ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാലേന്ദ്രൻ വൈജയന്തി ആണെങ്കിലും ആകെ ടെൻഷൻ അടിച്ചിട്ട് ആരോടൊക്കെ ഫോൺ ചെയ്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ബാലേന്ദ്രൻ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ആരോടും പറയാതെ ഒരു പോക്ക് പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അലീനേനെയും വൈജയന്തിനെയും ഒക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്